എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോണ സമയമാണ്. അപ്പം അതുകൊണ്ട് റോട്ടിൽ കൂടെ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്തായാലും ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം നോയമ്പായതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആണ് ഇവിടെ എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പം വീഡിയോ നാളെ നല്ലൊരു വിഷയം എന്തെങ്കിലും കണ്ടെത്തിയിട്ട് ആ വീഡിയോ ഉണ്ടാക്കിയിടുന്നതാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ അനുസരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ സമയത്ത് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെയൊക്കെ നല്ല ഇടവഴി കൂടെ പോവുകയാണെങ്കിലും നല്ല വെളിച്ചൊക്കെ ഉണ്ട്, മനസ്സിലായ? അപ്പോൾ വണ്ടികളും ആളുകളും നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം. നാട്ടിലത്തെ പോലെ പേടിക്കേണ്ട കാര്യമില്ല ഒന്നിനും. അപ്പോൾ ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ് നടന്നാലേ റോട്ടിലേക്ക് എത്തുള്ളൂ. മെയിൻ റോട്ടിലാണ് വണ്ടി വരിക. ഇരുട്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചമാവണം അടുത്ത് ചെന്നിട്ട് രണ്ടാമത് എടുക്കാം. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കോടതിയാണ്. കോടതിയിലൊരു മതിൽക്കെട്ടായി കാണുന്നത്. പക്ഷേ ഇവിടെ ഇതിനു മുമ്പ് ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പം ലൈറ്റൊന്നും ഇല്ല ഈ ഏരിയയിൽ. അങ്ങനെ ഞാൻ ഇവിടെ റോഡിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം കേട്ടോ. ഇവിടെ ആണെങ്കിൽ റോഡിലൊക്കെ ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടാവില്ല. പക്ഷേ ഇന്നാണെങ്കിൽ ഈ റംദാനായതുകൊണ്ടേ റോഡിലൊക്കെ നിറയെ വണ്ടികളാണ്. ഭയങ്കര തിരക്കാണ് റോഡൊക്കെ. നമ്മുടെ നാട്ടിലത്തെ പോലെ നാട്ടിലിപ്പോൾ വൈകുന്നേരം 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം ആരും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റമദാനായി കഴിഞ്ഞാൽ പകല് വണ്ടികൾ കുറവാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. നമ്മുടെ നാട്ടിൽ പെരുന്നാളാവുമ്പോഴല്ലേ റോഡും അതുപോലെ പള്ളികളൊക്കെ അലങ്കരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ കാണിക്കട്ടെ. കണ്ട ഇവിടുത്തെ റോഡുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മേലെ കണ്ട പച്ച കളറുള്ള ബൾബൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക. ഇതിനു മുമ്പ് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് നല്ല ഒരു എന്താ പറയുക, ഈ കോടതിയുടെ ഇപ്പുറത്തൊരു വലിയൊരു മരം ഉണ്ടായിരുന്നു. ഈ മരമാണ് ഒരു പ്രാവശ്യം വെട്ടിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. ഈ മരം തണുപ്പായി കഴിഞ്ഞപ്പോൾ ഒരു വെട്ടി. ഇനിയിപ്പോൾ ചൂടാകുമ്പോൾ അത് പടർന്ന് പന്തലിച്ച് വലിയ സെറ്റപ്പാവും. അതാണ് ഇതിൻ്റെ വുഡൻസ്. ഇവിടുത്തെ ഏരിയയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു പള്ളിയാണ്. ഇവിടെ പള്ളി അടച്ചിട്ടിരിക്കണത്. അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ അടച്ചു പോയി. ഇവിടെ ഒരു മരമുണ്ട്, പാലമരം. അത് ഉണങ്ങിപ്പോയി. ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഇതൊക്കെ ഒരു വലിയൊരു ബസ് വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് മക്കയിലേക്ക് പോണതാണ്. ഇവിടുന്ന് മക്കയിലേക്ക് ആൾക്കാരെ കൊണ്ട് പോണ ബസ്സാണ്. ഈ മക്കയിലേക്ക് പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഈ റോഡിൽ കൂടെ നേരെ പോകുമ്പോഴാണ് ഈ മക്ക മദീന അവിടേക്കൊക്കെ ഉള്ള ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മക്കയിലേക്ക് പോകണ ബസ്സാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറുകൾ കയറ്റിക്കൊണ്ടാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ.
രാത്രി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ട്രാഫിക്. ट्रैफिक गुड ट्रैफिक कलम में मुश्किल है ट्रैफिक नो ट्रैफिक some people only around वो भी वालों परसेंटेज सही बात. रिपोर्ट कैसा मालूम नहीं है भाई. हाँ मेरे को मालूम नहीं है. भाई वाह टू मच ट्रैफिक है. हाँ किशोर वो तो पूछेगा हमको क्या मालूम. രാത്രി എല്ലാ കടകളും തുറന്നു വെച്ചിരിക്കണേ. ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കണേ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇല്ല ഇല്ല ನಾವು ಅಲ್ಲಿ ಮರೈ പോയില്ല. ഓക്കേ ഓക്കെ സുഖം. മലയാളം बोलते पठान मलयालम बोलते हैं. മലയാളം ഇല്ലല്ല चाय चाय पूरे के काम वही है. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും പറയണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ഷെയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.